അങ്ങനെ രേവതീനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പോവാണ്. രേവതിക്ക് കഞ്ഞിയൊക്കെ വാരി കൊടുത്തതിന് ശേഷം ഡ്രസ്സ് മാറി വരാൻ പറയാണ്. അങ്ങനെ അവർ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകും. ഈ സമയത്ത് രവിയാണെങ്കിൽ അവിടെ ഉണ്ടാക്കി വെച്ച കഞ്ഞിയും ചമ്മന്തിയൊക്കെ എടുത്ത് കഴിക്കും കേട്ടോ. അപ്പോൾ ആ സമയത്ത് ചന്ദ്ര ഇങ്ങനെ നടക്കുകയാണ്, വിശക്കണമുണ്ട്. അപ്പോൾ നീ വേണമെങ്കിൽ ആ കഞ്ഞി എടുത്ത് കഴിക്കാൻ നോക്ക് ചന്ദ്ര എന്നിങ്ങനെ പറയട്ടോ. എനിക്കൊന്നും വേണ്ട, ഞാനൊന്നും തിന്നാതെ പട്ടിണി കിടക്കാൻ വേണ്ടിയിട്ടല്ലേ അവളൊന്നും ഉണ്ടാക്കി വെക്കാതെ പോയത്, ഞാൻ കഴിക്കില്ല ഒന്നും, ഞാൻ ഇന്നൊന്നും കഴിക്കില്ല എന്നൊക്കെ തന്നെ പറയട്ടോ. പക്ഷേ രവി ഇങ്ങനെ കഞ്ഞി കുടിക്കണ കാണുമ്പോൾ ചന്ദ്രയ്ക്ക് കൊതിയാവാണ്. അങ്ങനെ ചന്ദ്രൻ മെല്ലെ ഇങ്ങനെ അടുക്കളയിലേക്ക് പോവുകയാണ്. അപ്പോൾ രവി പറയും, കട്ട് കുടിക്കാൻ പോവുകയാവും, എനിക്കും രേവതിക്കും മാത്രമുള്ള കഞ്ഞി ഉണ്ടാക്കിയിട്ടുള്ളത്, പിന്നെ ഞാൻ അധികം എടുത്തിട്ടില്ല, അത് കാരണം കുറച്ചവിടെ ഇരിക്കുന്നുണ്ട്, വേണമെങ്കിൽ പോയിട്ട് കുടിച്ചോ എന്നിങ്ങനെ പറയട്ടോ. അപ്പോൾ ചന്ദ്ര അവിടെ ഇങ്ങനെ മടിച്ച് നിൽക്കുക. അപ്പോൾ രവി പറയും, വല്ലാത്ത നാളൊന്നും വേണ്ട, വേണമെങ്കിൽ അത് പോയി എടുത്ത് കുടിക്കാൻ നോക്കിക്കോന്ന് ഇങ്ങനെ പറയട്ടോ. നമ്മൾ ചന്ദ്ര അടുക്കളയിലേക്ക് അത് കുടിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ സമയത്താണെങ്കിൽ രേവതീനെ ഡോക്ടറെ കാണിച്ചിട്ട് സച്ചി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ആ സമയത്ത് രേവതിയോട് പറയും, 3 ദിവസം റെസ്റ്റ് വേണമെന്നാണ് നിന്നോട് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് ഇനി ആ പോയ ഉടനെ അവിടെ അടിച്ചു വരാനും തുടയ്ക്കാനൊന്നും നിൽക്കണ്ട, അവിടുത്തെ പണികളൊക്കെ ബാക്കിയുള്ളവരൊക്കെ നോക്കിക്കോളും, നീ അവിടെ റെസ്റ്റ് എടുക്കാൻ നോക്കിക്കോ, പോയി റൂം അടക്കിയ വാതിലടച്ച് കിടന്ന് ഉറങ്ങാനേ പാടുള്ളൂ എന്നൊക്കെ അങ്ങനെ പറയട്ടോ. ആ സമയത്ത് നമ്മുടെ ശ്രുതിയുടെ അമ്മ അവിടേക്ക് ആ കുട്ടിക്ക് വയ്യാതെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയാണ്. ആ കുട്ടിയുടെ കണ്ണിന് എന്തൊക്കെയോ അപകടം പറ്റിയിട്ട് കണ്ണിന് എന്തോ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഡോക്ടറെ അടുത്തേക്ക് വേഗം കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇവരും അവിടെ നിൽക്കുകയാണ് കേട്ടോ, ഇവരവിടെ നിന്ന് തിരിച്ച് പോരുന്നില്ല. അങ്ങനെ ഈ ശ്രുതിയുടെ അമ്മ കല്യാണിനെ വിളിച്ച് പറയാണ്, മോളെ ഇങ്ങനെയാണ് കാര്യം, പക്ഷെ ഇവിടെ നീ വരാൻ നിൽക്കണ്ട, സച്ചി രേവതി ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയട്ടോ. അങ്ങനെ ഒരു കെറ്റിലൊക്കെ ആയിട്ട് ശ്രുതി വരെ കാണാൻ വരികയാണ്. അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ.